നമസ്കാരം. ന്യൂസ് റൂം ലൈവ് തുടരുന്നു. ആദ്യം പ്രധാന വാർത്തകൾ. കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി കടുത്ത പ്രതിസന്ധിയിൽ. സ്വകാര്യ ആശുപത്രികളുടെ കുടിശ്ശിക മുടങ്ങിയിട്ട് മാസങ്ങൾ. 400 കോടിയോളം രൂപ ലഭിക്കാനുണ്ടെന്ന് ആശുപത്രികളുടെ സംഘടന. തുക നൽകിയില്ലെങ്കിൽ പദ്ധതിയിൽ നിന്ന് പിന്മാറുമെന്ന് മുന്നറിയിപ്പ്. സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഈ പദ്ധതി ഭംഗിയായി നടപ്പാകണം എന്നുള്ള ഒരു ആവശ്യം ഇല്ല എന്നുള്ളതാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. കേരളത്തിലെ കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി സ്വകാര്യ ആശുപത്രികളിൽ ലഭിക്കില്ല എന്നുള്ള തരത്തിലേക്ക് മുന്നോട്ട് പോകുന്ന തിരക്കിലെ നടപടികളിലൊക്കെ ഞങ്ങൾ പോവേണ്ട ഒരു അവസരത്തിലെത്തിയിട്ടുണ്ട്. ബിജെപിയിലേക്ക് പോകുമെന്ന പ്രചാരണം തള്ളി പന്തളം സുധാകരൻ. കെപിസിസി അധ്യക്ഷനെതിരായ പരാമർശത്തിൽ സുധീരന്റെ വിമർശനം. സുധീരന്റെ പ്രസ്താവന അനവസരത്തിൽ. പാർട്ടി ഒറ്റക്കെട്ടായി അധികാരത്തിലെത്തിക്കാൻ ശ്രമിക്കണമെന്നും പന്തളം. മജീഷ്യൻ മുതുകാടിനെതിരെ കൂടുതൽ വെളിപ്പെടുത്തലുകൾ. ഗുരുതരാരോപണങ്ങളുമായി സ്ഥാപനത്തിലെ മുൻ ജീവനക്കാരൻ. മാനസിക വെല്ലുവിളിയുള്ള കുട്ടികൾക്ക് സമയത്ത് ഭക്ഷണം പോലും നൽകുന്നില്ല. നിയമപരമായി മുന്നോട്ടു പോകുമെന്നും ഷിഹാബ്. കുസാറ്റ് ദുരന്തത്തിൽ പ്രിൻസിപ്പലും അധ്യാപകരും പ്രതികൾ. പ്രിൻസിപ്പലിനും ടെക് ഫെസ്റ്റ് ചുമതലക്കാരായ 2 അധ്യാപകർക്കുമെതിരെ കേസ്. മനഃപൂർവ്വമല്ലാത്ത നരഹത്യാ കുറ്റം ചുമത്തി. വണ്ടിപ്പെരിയാർ ഇരയുടെ അച്ഛനു നേരെ നടന്നത് വധശ്രമം. പാൽരാജ് ലക്ഷ്യമിട്ടത് കൊലപാതകമെന്ന് എഫ്ഐആർ. മനഃപൂർവ്വം പ്രകോപനമുണ്ടാക്കി ആക്രമിച്ചെന്നും പോലീസ്. പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് ബംഗ്ലാദേശ് പോളിംഗ് ബൂത്തിൽ. പൊതുതെരഞ്ഞെടുപ്പ് ബഹിഷ്കരിച്ച് പ്രതിപക്ഷം. തെരഞ്ഞെടുപ്പ് പ്രക്രിയ സുതാര്യമല്ലെന്ന ആരോപണം. ജനവിധി അറിയാൻ ഷെയ്ഖ് ഹസീനയും ബീഗം ഖാലിദാസിയയും. സ്കൂൾ കലോത്സവ വേദിയിൽ കണ്ണൂർ തന്നെ മുന്നിൽ. കനത്ത മത്സരം ഉറപ്പാക്കി പാലക്കാടും കോഴിക്കോടും. കലോത്സവ വൈബിൽ കൊല്ലം. നോക്കാം വാർത്തകൾ വിശദമായി. കാരുണ്യ പദ്ധതി താളം തെറ്റുന്നു. പാവപ്പെട്ട രോഗികൾക്ക് ആശ്വാസമായ കാരുണ്യ പദ്ധതി താളം തെറ്റുന്നു. സർക്കാരിൽ നിന്നും കുടിശ്ശിക ലഭിച്ചില്ല എങ്കിൽ ഈ മാർച്ച് മാസത്തോടെ സ്വകാര്യ ആശുപത്രികൾ പദ്ധതിയിൽ നിന്നും പിന്മാറുമെന്നാണ് സൂചന. 400 കോടിയോളം രൂപയാണ് സ്വകാര്യ ആശുപത്രികൾക്ക് സർക്കാർ കുടിശ്ശികയായി നൽകാനുള്ളത്. സംസ്ഥാനത്ത് 400-ലധികം സ്വകാര്യ ആശുപത്രികൾ പദ്ധതിയുടെ ഭാഗമായി രോഗികൾക്ക് സൗജന്യ ചികിത്സ നൽകിയിരുന്നത്. എന്നാൽ ഈ കുടിശ്ശിക മാസങ്ങളായി മുടങ്ങിയതോടെ 150-ലധികം ആശുപത്രികൾ പദ്ധതികളിൽ നിന്നും പിന്മാറിയിട്ടുണ്ട്. 400 കോടിയോളമാണ് കിട്ടാനുള്ളതെന്ന് സ്വകാര്യ ആശുപത്രി മാനേജ്മെന്റ് അസോസിയേഷൻ അവകാശപ്പെടുന്നു. ഇത്തരത്തിലാണ് കാര്യങ്ങളെങ്കിൽ ഈ മാർച്ച് അവസാനത്തോടെ പദ്ധതി ഇല്ലാതെയാകും. കേരളത്തിൽ കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി വളരെയധികം പരാജയപ്പെട്ടാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഈ പദ്ധതി നടപ്പാക്കുന്നതിൽ താല്പര്യമില്ലാത്ത തരത്തിലേക്കാണ് ഇപ്പോൾ സർക്കാരിൻ്റെ പല പ്രവണതയും കാണുന്നത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ സ്വകാര്യ ആശുപത്രികൾ 411ഓളം സ്വകാര്യ ആശുപത്രികൾ കേരളത്തിൽ എൻപാനൽ ചെയ്തിട്ടുണ്ട്. അതിൽ ഈ വളരെ മോശപ്പെട്ട അവസ്ഥ വന്നതിന് ശേഷം ഒരു 100-150 ആശുപത്രികൾ സ്വമേധയാ അതിൽ നിന്ന് വാങ്ങിയിട്ടുണ്ട്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം 400 കോടി രൂപയോളം ഈ പദ്ധതിയിൽ ചികിത്സ കൊടുത്ത വകയിൽ കുടിശ്ശികയായി സർക്കാരിൽ നിന്ന് ലഭിക്കാനുണ്ട്. പല സമയത്തും ഇത് ആവശ്യങ്ങൾ ഉന്നയിക്കുന്ന സമയത്ത് കഴിഞ്ഞ ഒക്ടോബർ 1 മുതൽ ഈ പദ്ധതിയിൽ നിന്ന് വിട്ടുനിൽക്കുമെന്ന് പറഞ്ഞപ്പോൾ സ്റ്റേറ്റ് ഹെൽത്ത് ഏജൻസി ഒരു ചർച്ചയ്ക്ക് വിളിക്കുകയും ആ ചർച്ചയുടെ അടിസ്ഥാനത്തിൽ 2 മാസത്തിനുള്ളിൽ ഞങ്ങളുടെ കുടിശ്ശിക തന്നു തീർക്കാം എന്നാണ് പറഞ്ഞത്. സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഈ പദ്ധതി ഭംഗിയായി നടപ്പാകണം എന്നുള്ള ഒരു ആവശ്യം ഇല്ല
എന്നുള്ളതാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. ഇങ്ങനെ ഒരു ഘട്ടത്തിൽ വരുന്ന സമയത്ത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കോടതിയെ സമീപിക്കാനും ഞങ്ങൾ തീരുമാനിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഈ പദ്ധതിയിൽ നിന്ന് പരിപൂർണമായി വിട്ടുനിന്ന് കേരളത്തിൽ കാരുണ്യാരോഗ്യ സുരക്ഷാ പദ്ധതി സർക്കാർ സ്ഥാപനങ്ങളിൽ സ്വകാര്യ ആശുപത്രികളിൽ ലഭിക്കാത്ത തരത്തിലേക്ക്, കേരളത്തിലെ കാരുണ്യാരോഗ്യ സുരക്ഷാ പദ്ധതി സ്വകാര്യ ആശുപത്രികളിൽ ലഭിക്കില്ല എന്നുള്ള തരത്തിലേക്ക് മുന്നോട്ട് പോകുന്ന തിരക്കിലെ നടപടികളിലൊക്കെ ഞങ്ങൾ പോവേണ്ട ഒരു അവസരത്തിലെത്തിയിട്ടുണ്ട്. 20 ലക്ഷം മുതൽ 20 കോടിയിലധികം രൂപ ലഭിക്കേണ്ട ആശുപത്രികൾ പട്ടികയിലുണ്ട്. സർക്കാരിൽ നിന്നും കുടിശ്ശിക കിട്ടാതായതോടെ ഇടത്തരം ആശുപത്രികളാണ് പ്രതിസന്ധിയിലായതെന്ന് മാനേജ്മെന്റുകൾ പറയുന്നു. കാരുണ്യാരോഗ്യ ഇൻഷുറൻസ് പദ്ധതി ഈ ബന്ധപ്പെട്ട ഏജൻസിയുമായി, കേരള ഹെൽത്ത് ഏജൻസിയുമായി ആശുപത്രി മാനേജ്മെന്റുകൾ നൽകിയ കരാർ പ്രകാരം ഒരു രോഗിയെ പരിശോധിച്ച് അയാൾക്ക് വേണ്ട ചികിത്സകൾ നൽകി കഴിഞ്ഞാൽ 15 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ പേയ്മെൻറ്റ് നൽകണം എന്നാണ് വ്യവസ്ഥ. ഇത് 15 അല്ല 30 അല്ല 3-4 മാസമായിട്ട് പണങ്ങൾ ലഭിക്കുന്നില്ല. ഇപ്പം നമ്മളെ സംബന്ധിച്ച് തന്നെ മലപ്പുറം ജില്ലാ സഹകരണ ആശുപത്രിയെ സംബന്ധിച്ച് തന്നെ 2.5 കോടി രൂപയോളമാണ് കുടിശ്ശിക വന്നിട്ടുള്ളത്. സ്വാഭാവികമായിട്ട് ആശുപത്രിയുടെ ദൈനംദിന പ്രവർത്തനത്തെ ഇത് ഗൗരവമായി ബാധിക്കാണ്. ഡോക്ടർമാർക്ക് ശമ്പളം നൽകണം, ജീവനക്കാർക്ക് ശമ്പളം നൽകണം, ഇലക്ട്രിസിറ്റി ബില്ല്, വാട്ടർ ഉൾപ്പെടെ ദൈനംദിന കാര്യങ്ങൾക്ക് വളരെയധികം പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഈ 2.5 കോടി രൂപയ്ക്ക് മുകളിൽ ഒരു കുടിശ്ശിക വന്നതോടുകൂടി അതീവ പ്രതിസന്ധിയാണ് ഈ മേഖലയെ ഞങ്ങൾ അഭിമുഖീകരിക്കുന്നത്. ഞങ്ങൾ മാത്രമല്ല, മലപ്പുറം ജില്ലയിലെ ഒരുപാട് സ്വകാര്യ ആശുപത്രികളും ഈ പ്രതിസന്ധി നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ഏകദേശ കണക്കുകളനുസരിച്ച് 100 കോടി രൂപയോളാണ് സ്വകാര്യ ആശുപത്രികൾക്ക്, ഇടത്തരം ചെറുകിട സ്വകാര്യ ആശുപത്രികളെയാണ് ഇത് ഗൗരവമായി ബാധിച്ചുകൊണ്ടിരിക്കുന്നത്. കേന്ദ്ര സർക്കാരിന്റെ ആയുഷ്മാൻ ഭാരത് പദ്ധതിയുടെ ചുവടുപിടിച്ചാണ് കാരുണ്യാരോഗ്യ ഇൻഷുറൻസ് പദ്ധതി നടപ്പാക്കിയിരിക്കുന്നത്. എന്നാൽ മറ്റു സംസ്ഥാനങ്ങളിൽ BPL കുടുംബങ്ങളെ മാത്രം ഉൾപ്പെടുത്തി ആയുഷ്മാൻ ഭാരത് പദ്ധതി വിജയകരമായി തുടരുമ്പോൾ ഇവിടെ പട്ടികയിൽ അധികം ആളുകളെ ഉൾപ്പെടുത്തിയതാണ് പ്രശ്നങ്ങൾക്ക് കാരണമായതെന്നാണ് ഹോസ്പിറ്റൽ മാനേജ്മെന്റ് അസോസിയേഷൻ കുറ്റപ്പെടുത്തുന്നത്. ആയുഷ്മാൻ ഭാരതിന്റെ ഒരു രൂപമാണ് കേരളത്തിൽ കാരുണ്യാരോഗ്യ സുരക്ഷാ പദ്ധതി. കേന്ദ്ര ഗവൺമെന്റിന്റെ ആയുഷ്മാൻ ഭാരത് പദ്ധതിയിൽ BPL ഫാമിലിയിൽപ്പെട്ട ഗുണഭോക്താക്കൾ മാത്രമേ അതിലുള്ളൂ. അതിൽ ഏകദേശം 60% കേന്ദ്ര സർക്കാരും 40% സംസ്ഥാന സർക്കാരുമുള്ള രീതിയിലാണ് പദ്ധതി നടപ്പാക്കുന്നത്. 2022 റിവൈസ്ഡ് സ്കീം വന്നെങ്കിലും 2020 സ്കീമാണ് ഇപ്പോഴും കേരളത്തിൽ നടപ്പാക്കിക്കൊണ്ടത്. മറ്റുള്ള സംസ്ഥാനങ്ങളിലൊക്കെ ഇത് വളരെ ഭംഗിയായി നടക്കുന്നുണ്ട്. പക്ഷെ കേരളത്തിൽ കാരുണ്യാരോഗ്യ സുരക്ഷാ പദ്ധതിയാക്കി മാറ്റിയ സമയത്ത് എല്ലാ പദ്ധതികളും, സംസ്ഥാന സർക്കാരിന്റെ എല്ലാ പദ്ധതികളും ഈ സ്കീമിലേക്ക് കൊണ്ടുവരികയും അങ്ങനെ ഏകദേശം 44 ലക്ഷത്തോളം ഗുണഭോക്താക്കൾ ഇതിലേക്ക് വരികയും ചെയ്തു. BPL ഫാമിലി മാത്രമല്ലാതെ തൊഴിൽ മേഖലയിലും മറ്റുള്ള മേഖലകളിൽ നിന്നൊക്കെയുള്ള ആളുകളെ ഇതിലേക്ക് ചേർത്ത് 44 ലക്ഷത്തോളം ഫാമിലികൾ ഈ സ്കീമിൽ സ്കീമിൽ ചേർക്കുകയുണ്ടായി. അതിനുശേഷമാണ് ഈ സ്കീം ഇതുപോലെ വയബിൾ അല്ലാത്ത രീതിയിൽ മാറിയത്. 2022 പുനർനിശ്ചയിച്ചെങ്കിലും 2020 അതേ നിരക്കിലാണ് സംസ്ഥാന സർക്കാർ ഇപ്പോഴും സ്വകാര്യ ആശുപത്രികൾക്ക് പണം നൽകുന്നതെന്നും ആശുപത്രി മാനേജ്മെന്റുകൾ പറയുന്നു. വലിയ നഷ്ടമാണ് ഇതുമൂലമുണ്ടാകുന്നതെന്നും ഇതും പുനഃപരിശോധിക്കണമെന്നും അവർ ആവശ്യപ്പെടുന്നുമുണ്ട്. 2 കാരണങ്ങൾ നമുക്ക് ഇതിൽ പ്രതിപാദിക്കാൻ സാധിക്കും. ഒന്ന്, ഇതിൽ അർഹതപ്പെട്ടവരുടെ കൈകളിലും അനർഹരുടെ കൈകളിലും ഒരുപാട് കാരുണ്യ കാർഡ് ഉണ്ട്. ശരിക്കും അത് ഒരു ഫിൽട്ടർ ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. രണ്ടാമത്, ഇത് 2010 മുമ്പുള്ള ഒരു പാക്കേജ് റേറ്റ് ആണ്. ഇതുകൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കില്ല. ഇപ്പോൾ സാധാ ഒരു പ്രസവത്തിന് നോർമൽ ഡെലിവറിക്ക് 7000 രൂപ മാത്രമാണ് ലഭിക്കുന്നത്. അതിൽ മരുന്നും ഡോക്ടേഴ്സ് ചാർജും വാർഡ് സൗകര്യവും ഒക്കെ ഉൾപ്പെടെ പ്രായോഗികമായിട്ട് ഈ കാലഘട്ടത്തിൽ ബുദ്ധിമുട്ടല്ലേ. ഇടത്തരം ആശുപത്രികളിൽ ഏറ്റവും ചുരുങ്ങിയത് 12,000 മുതൽ 14,000 രൂപ വരെ ചിലവ് വരുന്നത് 7,000 രൂപ. അങ്ങനെ ഓരോ ചിലവുകൾക്കും 10-12 വർഷം മുമ്പുള്ള നിരക്കായതിനാൽ ഉള്ള ഒരു പ്രയാസവും ഈ മേഖല നേരിടുന്നുണ്ട്. അതൊക്കെയാണ് ഈ രോഗികളും ആശുപത്രി മാനേജ്മെൻറ്റും പലപ്പോഴും അഭിപ്രായ വ്യത്യാസങ്ങളിലേക്ക് കടക്കാനുള്ള കാരണം. ഒന്ന്, അർഹതപ്പെട്ടവരുടെ കൈകളിലേക്ക് മാത്രം കാരുണ്യ കാർഡ് എത്തിക്കുകയും 2, ഇതിൻ്റെ റേറ്റ് കാലോചിതമായി പരിഷ്കരിക്കുക. ഇത് രണ്ടും ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് അടിയന്തരമായി ചെയ്തു കഴിഞ്ഞാൽ മാത്രമേ ഈ പദ്ധതി വളരെ കുറ്റമറ്റ രീതിയിൽ കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ. ഇനി മറ്റു വാർത്തകൾ നോക്കാം. നിലപാട് പറഞ്ഞു പന്തളം സുധാകരൻ. VM സുധീറിനെതിരെ വിമർശനവുമായി പന്തളം സുധാകരൻ. K സുധാകരൻ വിമർശിക്കുന്നവർ ഒറ്റക്കെട്ടായി നിന്ന് പാർട്ടി അധികാരത്തിലെത്തിക്കാനാണ് ശ്രമിക്കേണ്ടത്.
കെ സുധാകരനെ KPCC അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറ്റാനുള്ള വിദൂര സാധ്യതകൾ പോലും നിലവിലില്ല. KC വേണുഗോപാൽ മുഖ്യമന്ത്രി പദത്തിലേക്ക് എത്താനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല. VM സുധീരന്റെ പ്രസ്താവന അനവസരത്തിലെന്നും പന്തളം സുധാകരൻ പ്രതികരിച്ചു. കഴിഞ്ഞ ദിവസം KPCCയുടെ നേതൃയോഗം ചേർന്നു. ആ നേതൃയോഗത്തിന് ശേഷമാണ് മുൻ KPCC അധ്യക്ഷൻ കൂടിയായ VM സുധീരൻ പാർട്ടി ദേശീയ നേതൃത്വത്തിനെതിരെ അടക്കം രൂക്ഷമായ വിമർശനവുമായി രംഗത്തെത്തിയത്. കോൺഗ്രസിനുള്ളിൽ അച്ചടക്കം നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യമുണ്ടോ? അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേക സ്വഭാവമാണ്. കാര്യം ആരുടെ മുഖത്ത് നോക്കിയും ഏത് പാർട്ടി ഔദ്യോഗിക ഫോറത്തിലും അതിശക്തമായ വിമർശനം നടത്താനുള്ള ഒരു ചങ്കുറ്റവും അതിനുള്ളൊരു ചങ്കുറ്റമുള്ള ഒരാളാണ്. അപ്പോൾ ആ നിലയിൽ നമ്മൾ എല്ലാവരും അദ്ദേഹത്തെ അപ്രീഷിയേറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ ചില സമയങ്ങളിൽ ചിലത് ഒരു അസ്ഥാനത്തായി പോകുന്നില്ലേ എന്നെനിക്കൊരു ഒരു സംശയമുണ്ട്. ഒരു വൈബ്രൻസി കെ സുധാകരനെ കൊണ്ടുവരാൻ കഴിഞ്ഞു എന്ന് താങ്കൾ അടക്കം പറയുമ്പോൾ മറുവശത്ത് നിന്ന് ആ കെ സുധാകരൻ്റെ നേതൃത്വത്തെ ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യം അത് എവിടെ നിന്നോ ഉയരുകയാണ്. ആ ആവേശം നിലനിർത്താൻ കഴിയേണ്ടത് അദ്ദേഹത്തിന് മാത്രം ചുമതലയല്ല. ഞാൻ ഉൾപ്പെടെയുള്ള പാർട്ടിയുടെ എല്ലാ തട്ടുകളിലുമുള്ള പ്രവർത്തകന്മാരും നേതാക്കന്മാരുമാണ്. അതാണ് കാരണം. വ്യക്തിപരമായി തേജോവധം ചെയ്യുന്നതിന് പകരം പ്രസിഡൻറ്റിനെ ഞാൻ നേരത്തെ പറഞ്ഞു, പ്രസിഡൻറ്റ് ഓറിയൻറ്റഡ്. അപ്പോൾ പ്രസിഡൻറ്റിനെ കൂടുതൽ മഹത്വവൽക്കരിക്കുക മാത്രമല്ല സംരക്ഷിക്കാനുള്ള ബാധ്യത കൂടി എല്ലാ പാർട്ടി പ്രവർത്തകർക്കും ഉണ്ട്. ഇപ്പോൾ എന്തായാലും വിദൂരതയിൽ പോലും ഒരു KPC പ്രസിഡൻറ്റിനെ മാറ്റുന്ന ചർച്ചയില്ല. അങ്ങനെ ഒരു സാഹചര്യമില്ല. തിരഞ്ഞെടുക്കപ്പെടുന്ന കോൺഗ്രസ് ജനപ്രതിനിധികളുടെ അഭിപ്രായം ആരാഞ്ഞുകൊണ്ടാണ് ഹൈക്കമാൻഡ് ഒരു ഡിക്ലറേഷൻ നടത്തുന്നത്. അത് കേരളത്തിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട MLA-മാരാകാം, പുറത്തുനിന്ന് ഒരാളാകും, എന്തായാലും ഒരു ഇന്ത്യക്കാരനാകും. അങ്ങനെ അപ്പോൾ താങ്കൾ KC വേണുഗോപാലിനുള്ള സാധ്യത തള്ളിക്കളയുന്നില്ല? ഒരിക്കലുമില്ല, തള്ളിക്കളയാൻ പറ്റൂലല്ലോ. BJP-യിലേക്കില്ലെന്ന പന്തളം സുധാകരൻ. BJP-യിലേക്ക് പോകുന്നെന്ന പ്രചാരണം പരിഹാസ്യമാണ്. പാർലമെന്ററി രംഗത്തേക്ക് വരാൻ ഇപ്പോഴും താൽപര്യമുണ്ട്. തീരുമാനമെടുക്കേണ്ടത് പാർട്ടി നേതൃത്വമാണ്. മുല്ലപ്പള്ളി അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറ്റേണ്ടിയിരുന്നില്ല എന്നും പന്തളം സുധാകരൻ. ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ട് കോൺഗ്രസിൻ്റെ ചില മുതിർന്ന നേതാക്കളെ BJP ലക്ഷ്യമിടുന്നുണ്ടെന്നും, അതായത് സംസ്ഥാനത്ത് ഒരുപക്ഷെ നിർണായകമായ പദവികളിലേക്ക് അവരെ എത്തിക്കാനുള്ള അല്ലെങ്കിൽ പാർട്ടി പദവികളിലേക്ക് എത്തിക്കാൻ നീക്കം നടക്കുന്നുണ്ട് എന്നൊക്കെയുള്ള അഭ്യൂഹങ്ങളുണ്ട്. അവിടെ ഒരു ഘട്ടത്തിൽ താങ്കളുടെ പേരടക്കം അല്ലെങ്കിൽ പന്തളം സുധാകരനെ BJP ലക്ഷ്യമിടുന്നു എന്ന തരത്തിലുള്ള വാർത്തകൾ വരെ പ്രചരിക്കുന്നുണ്ടായിരുന്നു. എനിക്ക് വളരെയധികം പരിഹാസമാണ് അങ്ങനെ പ്രചരിപ്പിക്കുന്നതിനോട് ഒരു പുച്ഛമാണ്. കാരണം പിന്നെ അതിനകത്തൊരു പ്രത്യേകതയില്ല. ഒരിക്കൽ ശശി തരൂർ BJP-യിലേക്ക് പോകുന്നു, കെ സുധാകരൻ BJP-യിലേക്ക് പോകുന്നു, KV തോമസ് പോകുന്നു. എന്തിനാ നമ്മുടെ VD സത്യൻ, രമേശ് ചെന്നിത്തലയും എല്ലാം ഈ വാർത്ത വന്നപ്പോൾ എന്നെ ശ്രീ ഉമ്മൻചാണ്ടിയും അതുപോലെ പ്രതിപക്ഷ നേതാവ് അന്നത്തെ ശ്രീ രമേശ് ചെന്നിത്തലയും VD സത്യനൊക്കെ വിളിച്ച് പറഞ്ഞു, പന്തളം ഇതുകൊണ്ട് അത് അറിയേണ്ട കാര്യമില്ല, ഞങ്ങളൊക്കെ പോലും BJP-യിലേക്ക് പോകുന്നെന്ന് പറഞ്ഞ് അത് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ അവരുടെ ഒരു തന്ത്രമാണ്. അതായത് കൊള്ളാവുന്നവരുടെ പേര് എടുത്ത് പറഞ്ഞുകൊണ്ട് തെറ്റിദ്ധാരണ ഉണ്ടാക്കുക എന്ന് പറയുന്നത്. അതിനപ്പുറം അതൊരു പാർലമെൻ്ററി രംഗത്തേക്ക് തിരികെ വരണം എന്ന ആഗ്രഹമില്ലാത്ത ഒരു കോൺഗ്രസ് പ്രവർത്തകനും ഒരു പാർട്ടിക്കാരനും ഇല്ല, എത്ര വയസ്സായാലും. അപ്പം ഈ എന്നെപ്പോലൊരു ആളിൻ്റെ ഞാൻ ഒരുപാട് സ്ഥാനങ്ങൾ വഹിച്ചിട്ടുള്ള ആളാണ്. മറ്റഴിമതി ആരോപണങ്ങളോ മറ്റ് തരത്തിലുള്ള ദുരാരോപണങ്ങളോ ഒന്നും എൻ്റെ സുഹൃത്തുക്കളുടെ ഭാഗ്യം കൊണ്ടും എൻ്റെ ഭാഗ്യം കൊണ്ടും കേട്ടിട്ടുമില്ല. അതുകൊണ്ട് പാർട്ടി എന്താ തീരുമാനിക്കുന്നത് വെച്ചാൽ ആ തീരുമാനത്തിന് സീറ്റ് തരികയാണെങ്കിൽ സ്വീകരിക്കും, തരുന്നില്ലെങ്കിലും സന്തോഷം എന്ന് പറഞ്ഞാൽ ഞാൻ എപ്പോഴും അക്കാര്യത്തിൽ ഒരു നിസ്സംഗനാണ്. കെ സുധാകരൻ KPC പ്രസിഡന്റ് വന്നത് തന്നെ ഒരു വലിയ ഒരു ആവേശമുണ്ടാക്കിക്കൊണ്ടാണ്. കാരണം പ്രസിഡന്റ് മാറണോ വേണ്ട എന്നൊക്കെ ചിന്തിക്കേണ്ട എന്നെ സംബന്ധിച്ചുള്ള അന്ന് മാറേണ്ട ഒരു സാഹചര്യമില്ലായിരുന്നു. കാരണം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 19 സീറ്റിലും ജയിച്ച് അതിശക്തമായ ഒരു മുന്നേറ്റം നടത്തിയ KPCC ശ്രീ മുല്ലപ്പള്ളി രാമചന്ദ്രൻ. പക്ഷേ അതിനുശേഷം നടന്ന നിയമസഭയിലാണ് ദയനീയമായ പരാജയം ഉണ്ടായത്. എന്തായാലും KPC പ്രസിഡന്റിനെ മാറ്റി. അപ്പോൾ കൂടുതൽ ഈ പറഞ്ഞ പോലെ ഒരു വൈബ്രൻസി ഉള്ള പ്രസിഡന്റ് എന്നുള്ള മുല്ലപ്പള്ളിയുടെയും ശ്രീ കെ സുധാകരൻ്റെയും പ്രവർത്തന ശൈലി, സ്വഭാവശൈലി രണ്ട് ധ്രുവങ്ങൾ നല്ല വലിയ വ്യത്യാസമാണ്. പക്ഷേ ഈ വൈബ്രൻസി ചെറുപ്പക്കാർക്ക് ഇഷ്ടപ്പെട്ടു. അപ്പോൾ അതുകൊണ്ട് വലിയൊരു ആവേശത്തോടു കൂടിയാണ് അദ്ദേഹം KPC പ്രസിഡന്റ് ആയത്. അതാണ് ഒരു യാഥാർത്ഥ്യം. കുസാറ്റ് ദുരന്തത്തിൽ പ്രിൻസിപ്പലിനെയും അധ്യാപകരെയും പ്രതി ചേർത്ത് പോലീസ് മനഃപൂർവ്വമല്ലാത്ത നരഹത്യ ചുമത്തിയാണ് സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗ് പ്രിൻസിപ്പൽ ദീപക് കുമാർ സാഹു അടക്കം 3 പേർക്കെതിരെ കേസെടുത്തത്. കഴിഞ്ഞ നവംബർ 25-ന് സംഗീത നിശയ്ക്കിടെയുണ്ടായ തിക്കിലും തിരക്കിലും 4 പേരായിരുന്നു മരിച്ചത്.
വണ്ടിപ്പെരിയാറിൽ പീഡനത്തിനിരയായി കൊല്ലപ്പെട്ട പെൺകുട്ടിയുടെ അച്ഛന് നേരെയുണ്ടായ ആക്രമണം കൊല്ലണമെന്ന ഉദ്ദേശത്തോടു കൂടിയാണെന്ന് എഫ്ഐആർ. ആക്രമണം നടത്തിയ പാൽരാജ് മനഃപൂർവ്വം പ്രകോപനമുണ്ടാക്കുകയായിരുന്നുവെന്നും എഫ്ഐആറിൽ പറയുന്നു. മജീഷ്യൻ ഗോപിനാഥ് മുതുകാടിനെതിരെ ഗുരുതര ആരോപണങ്ങളുമായി അദ്ദേഹത്തിന്റെ സ്ഥാപനത്തിലെ മുൻ ജീവനക്കാരൻ CP ഷിഹാബ്. സ്റ്റേജ് ഷോയിൽ പങ്കെടുക്കുന്ന മാനസിക വെല്ലുവിളിയുള്ള കുട്ടികൾക്ക് സമയത്ത് ഭക്ഷണം പോലും നൽകുന്നില്ല എന്ന ഭിന്നശേഷിക്കാരൻ കൂടിയായ ഷിഹാബ് ആരോപിച്ചു. സ്പെഷ്യൽ ഗസ്റ്റ് വരുന്ന സമയങ്ങളിൽ കുട്ടികളോട് 5ഉം 6ഉം ഷോ ഒക്കെ ചെയ്യാൻ പറയും. അങ്ങനെ ഒരു ദിവസം ഏകദേശം 2:30 ആവുന്ന സമയത്ത് ഭക്ഷണം കഴിച്ചിട്ടുള്ള കുട്ടികൾ ഒരു ഷോ കഴിഞ്ഞ സമയത്ത് കുട്ടികൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഭക്ഷണം കഴിക്കുന്ന ക്യാൻറ്റീനിലേക്ക് പോകുന്ന സമയത്ത് മാനേജർ വന്നിട്ട് പറഞ്ഞു അവിടെ ഇപ്പോൾ പോകാൻ പറ്റില്ല, ഗസ്റ്റ് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്, കുട്ടികളോട് മാറി നിൽക്കാൻ പറയും. ഞാൻ പറഞ്ഞു ഓക്കെ ശരി, ഗസ്റ്റ് ഭക്ഷണം കഴിച്ച് കഴിഞ്ഞിട്ട് കുട്ടികൾ അവിടെ പോയി കഴിച്ചോട്ടെ. അങ്ങനെ ഗസ്റ്റ് ഭക്ഷണം കഴിച്ച് കഴിഞ്ഞപ്പോൾ അദ്ദേഹം വന്നിട്ട് പറഞ്ഞു ഗസ്റ്റിന് ഷോ കാണണം, കുട്ടികളെ പെട്ടെന്ന് അറേഞ്ച് ചെയ്യണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അറേഞ്ച് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട്, കാരണം ഈ കുട്ടികൾ ഭക്ഷണം കഴിച്ചിട്ടില്ല, ഇവർ MR ആയിട്ടുള്ള കുട്ടികളൊക്കെയാണ്, ഓട്ടിസം ഉള്ള കുട്ടികളാണ്, ചിലപ്പോൾ ഇവർ വയലൻ്റ് ആവാൻ ചാൻസ് ഉണ്ട്. ഞാൻ ഈ ചെറിയൊരു ഹോളിനകത്ത് ഈ കുട്ടികളുടെ കൂടെ ഞങ്ങൾ എല്ലാവരും നിൽക്കണം, അത് ഇത്രയും ആളുകൾ ഇവിടെ നിൽക്കാനുള്ള സൗകര്യം പോലും ഇല്ല, നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം. ഈ കുട്ടികൾക്ക് പുറത്തിറങ്ങാനുള്ള പെർമിഷൻ ഇല്ല, ഭക്ഷണ സമയത്ത് കൊടുക്കാനും പറ്റുന്നില്ലെങ്കിൽ എനിക്ക് ഷോ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട്. ഞാൻ അത് ഓപ്പണായിട്ട് പറഞ്ഞു. അതിന് പേരിൽ അവർ നമ്മൾ ഓഫീസിലേക്ക് വിളിച്ചിട്ട് ഒരുപാട് ഫയർ ചെയ്തു. താൻ വ്യക്തിപരമായി അനുഭവിച്ച മാനസിക പീഡനവും നീതി നിഷേധവും ചൂണ്ടിക്കാട്ടി അക്കാദമിക്ക് കത്ത് നൽകിയിട്ടും നാളിതുവരെ മറുപടി ഉണ്ടായിട്ടില്ല. ഭയം കൊണ്ടാണ് ഇതുവരെ കാര്യങ്ങൾ പുറത്തു പറയാതിരുന്നത്. കുട്ടികളുടെ ദൈന്യത പ്രകടിപ്പിച്ച് പരമാവധി ഫണ്ട് സ്വരൂപിക്കുകയാണ് ഗോപിനാഥ് മുതുകാട് ചെയ്യുന്നതെന്നും ഷിഹാബ് വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു. ഈ 25 കുട്ടികളെ വെച്ചിട്ട് പ്രോഗ്രാം അവതരിപ്പിച്ചു. പ്രോഗ്രാം കഴിഞ്ഞ ഉടനെ ഈ 25 കുട്ടികളിലെ അവസാനം വന്ന 20 കുട്ടികളിലെ ഒരു അമ്മ എന്നോട് പറഞ്ഞു നിങ്ങളൊരു മാന്യനാണെന്ന് ഞാൻ വിചാരിച്ചിരുന്നു, പക്ഷെ നിങ്ങളും ഈ കളത്തരത്തിന് കൂട്ടു നിൽക്കാൻ പാടില്ല, കാരണം ഇദ്ദേഹം ഇത്രയും ദിവസം വിളിക്കാത്ത ഈ 20 കുട്ടികളെ ഇന്ന് വിളിച്ച് വരുത്തിയത് 25 കുട്ടികളുണ്ടെന്ന് ഈ അതിഥികളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അത് 25 കുട്ടികളെയും സ്പോൺസർ ചെയ്യിപ്പിക്കാൻ വേണ്ടിയുള്ള ഐഡിയ ആണെന്ന് ഞങ്ങൾ രക്ഷിതാക്കൾക്ക് വരെ മനസ്സിലായി. പിന്നെ എന്തുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല? ഞാൻ പറഞ്ഞു എനിക്ക് മനസ്സിലാവാത്തത് കൊണ്ടല്ല, എനിക്കിവിടെ പറയാൻ വോയിസ് ഇല്ല. ഞാൻ എന്ത് പറഞ്ഞാലും എന്നോട് പറയുന്നത് 1 വർഷത്തെ എഗ്രിമെന്റ് ഉണ്ട്, അതിന് മുമ്പ് ഷിഹാബിന് പ്രശ്നം ഉണ്ടാക്കി പോവുകയാണെങ്കിൽ ഷിഹാബിന് പോകാം, ബാക്കി ചെയ്യേണ്ട കാര്യം ഞങ്ങൾക്കറിയാവുന്ന രീതിയിൽ നമ്മളെ ഷൗട്ട് ചെയ്യാണ് ചെയ്യുന്നത്. തന്നെ കള്ളക്കേസിൽ കൊടുക്കാനും ജീവൻ അപകടത്തിൽപ്പെടുത്താനും ശ്രമമുണ്ടാകുമെന്നും ഷിഹാബ് പറഞ്ഞു. പരാതികളുമായി നിയമപരമായി മുന്നോട്ടു പോകാനാണ് ഷിഹാബിന്റെയും സുഹൃത്തുക്കളുടെയും തീരുമാനം. ന്യൂസ് 18 കൊച്ചി. തിരിച്ചെത്താം ഇടവേളയ്ക്ക് ശേഷം. നമ്മളുള്ളത് കൊല്ലത്താണ്. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ സ്പെഷ്യൽ പാഠനാലാണ്. ഇപ്പൊ ഒരു കൊട്ടിക്കയറിയതുപോലെ ഗംഭീര താളമേളമയമാണ് കൊല്ലത്ത്. ചെണ്ടക്കാരായിട്ട് പോകാനാണ് എല്ലാവർക്കും താല്പര്യം എന്ന് പറയുന്നു. ഇവരുടെ വീട്ടുകാർ കാണുന്നുണ്ടെങ്കിൽ ഇവർക്ക് എല്ലാവർക്കും അങ്ങോട്ട് പോകാൻ താല്പര്യമുണ്ട്. ഉറപ്പായിട്ടും വിടണം കേട്ടോ നമ്മുടെ പിള്ളേരെയൊക്കെ. മൊത്തം പാടുന്നാൽ ഇനി നമ്മൾ മേളക്കാഴ്ചകളാണ് കാണാൻ പോകുന്നത്. പാഠം 4 നാളെ രാത്രി 8:30. പഴയതെല്ലാം മരുന്ന്. ശരി, ന്യൂസ് 18 വേണ്ടി യു പ്രതിഭ. തിരികെ വാർത്തയിലേക്ക്. സംസ്ഥാനത്ത് 106 പേർക്ക് കൂടി കോവിഡ്, 2 മരണം കൂടി റിപ്പോർട്ട് ചെയ്തു. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 756 പേർക്കാണ് രാജ്യത്ത് കോവിഡ് ബാധിച്ചത്. ഏറ്റവും അധികം കോവിഡ് കേസുകൾ റിപ്പോർട്ട് ചെയ്തത് കർണാടകയിലാണ്. 297 പേർക്ക് ഇവിടെ രോഗം സ്ഥിരീകരിച്ചു. കർണാടക, കേരളം, മഹാരാഷ്ട്ര, തമിഴ്നാട്, പശ്ചിമബംഗാൾ എന്നീ സംസ്ഥാനങ്ങളിലാണ് കൂടുതൽ രോഗബാധിതരുള്ളത്. ഇനി ശബരിമല വാർത്തകൾ നോക്കാം. ശബരിമലയിൽ തീർത്ഥാടകരുടെ തിരക്ക് നിയന്ത്രിക്കാനും പരമാവധി ആളുകൾക്ക് ദർശനമൊരുക്കാനുമുള്ള നടപടികൾ ആരംഭിച്ചു. തീർത്ഥാടകരെ പരമാവധി വേഗത്തിൽ 18ാം പടിയിൽ എത്തിക്കാൻ ശ്രമം ആരംഭിച്ചതോടെ 12 മണിവരെ 6 ലക്ഷത്തോളം പേർക്ക് ദർശനം നടത്താൻ കഴിഞ്ഞു. ഇതോടെ പമ്പയിലെ തിരക്കിലും അയവ് വന്നിട്ടുണ്ട്. അതേസമയം സന്നിധാനത്ത് അരവണ വിതരണം കാര്യക്ഷമമായി. സജീവ് സി വാര്യരുടെ റിപ്പോർട്ടിലേക്ക്. ശബരിമലയിൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്നതോടൊപ്പം തന്നെ ഭക്തർക്ക് സൗകര്യങ്ങൾ ഏർപ്പെടുത്താനുള്ള സാഹചര്യം കൂടിയാണ് ഒരുക്കിക്കൊണ്ടിരിക്കുന്നത്. ദേവസ്വം ബോർഡും പോലീസും ചേർന്ന് സംയുക്തമായാണ് അത്തരം കാര്യങ്ങളിൽ നടപടിയെടുക്കുന്നത്. സന്നദ്ധ സംഘടനകളും അതോടൊപ്പമുണ്ട്. അതേസമയം ഇന്നലെയും 1 ലക്ഷത്തിലേറെ പേർ സന്നിധാനത്ത് എത്തുകയും
ദർശനം നടത്തുകയും ചെയ്യുകയുണ്ടായി. പമ്പ മുതലുള്ള നിയന്ത്രണം തുടരുന്നുണ്ട്. കാരണം പ്രത്യേകിച്ചും ഇന്നലെ ശനി ഞായർ ദിവസങ്ങൾ ഇന്നലെയും ഇന്നുമായി വലിയ തോതിലുള്ള തിരക്ക് ഉണ്ട്. പ്രത്യേകിച്ചും മകരവിളക്ക് ഉത്സവത്തിന് ഏതാനും ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. ആ സാഹചര്യത്തിൽ കൂടുതൽ ആളുകൾ എത്തുന്ന അവസ്ഥയുണ്ട്. പ്രത്യേകിച്ചും തമിഴ്നാട്, കർണാടക, തെലങ്കാന, ആന്ധ്രാപ്രദേശ് തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ആളുകളാണ് കൂടുതലും എത്തുന്നത്. വടക്കേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള തീർത്ഥാടകരും എത്തുന്നുണ്ട്. ഇവരെയെല്ലാം തന്നെ സൗകര്യപൂർവ്വം തൊഴുതു മടങ്ങാനുള്ളൊരു സാഹചര്യം ഒരുക്കുക എന്നുള്ളത് തന്നെയാണ് അധികൃതരുടെ ഭാഗത്തുനിന്ന് ഉള്ളത്. അതേസമയം അല്ലറച്ചില്ലറ അസ്വാരസ്യങ്ങൾ, ചെറിയ പരാതികൾ, പരിഭവങ്ങളെല്ലാം ഉണ്ടാകുന്നുണ്ട്. പോലീസിൻ്റെ ഭാഗത്തുനിന്നുള്ള പെരുമാറ്റ ദൂഷ്യത്തെക്കുറിച്ച് പെരുമാറ്റം വേണ്ട രീതിയിലല്ല എന്നുള്ള പരാതികൾ തമിഴ്നാട്ടിൽ നിന്നുള്ള ഭക്തർ നമ്മളോട് തന്നെ പറയുകയുണ്ടായി. എന്നാൽ അതൊക്കെ സ്വാഭാവികമായി ഇത്രയും ഏറെ ആളുകൾ എത്തുമ്പോൾ സ്വാഭാവികമായി ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ്. അത്തരം പ്രശ്നങ്ങളിൽ നിന്ന് പ്രശ്നങ്ങൾ ഇരിക്കെ തന്നെ അതെല്ലാം തന്നെ പരിഹരിച്ചുകൊണ്ട് കുറെ കൂടി സുഗമമായ രീതിയിൽ ദർശനം സാധ്യമാക്കുന്ന നിലപാടാണ് ദേവസ്വം ബോർഡിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത്. അത്തരം നടപടികൾ പുരോഗമിക്കുന്നുണ്ട്. പോലീസും കുറെ കൂടി ഏകോപനം ശക്തമാക്കിയിട്ടുണ്ട്. കടകളിലുള്ള പരിശോധന തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ, അതായത് ഇപ്പോൾ മകരവിളക്ക് ഉത്സവത്തിന് നട തുടങ്ങുന്നതിന് ശേഷം കൂടുതൽ ആളുകൾ എത്തുന്ന സാഹചര്യമുണ്ട്. ആ സമയത്ത് കൂടുതൽ ആളുകളെ ഏതെങ്കിലും തരത്തിൽ വില കൂട്ടി ഉൽപ്പന്നങ്ങൾ വിറ്റോ, ഭക്ഷ്യവസ്തുക്കൾ വില കൂട്ടി വിറ്റോ, മായം ചേർത്തോ ഏതെങ്കിലും തരത്തിൽ കബളിപ്പിക്കുന്ന സാഹചര്യം ഉണ്ടോ എന്ന് പരിശോധിക്കുന്നുണ്ട്. അത്തരം ചിലതെല്ലാം ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് ഉദ്യോഗസ്ഥർ നടപടിയെടുക്കുകയും ചെയ്തിട്ടുണ്ട്. പിഴ ഈടാക്കുകയും കടകൾ അടപ്പിക്കുകയും ചെയ്യുന്ന നടപടി വരെ ഉണ്ടായിട്ടുണ്ട്. അത്തരത്തിലുള്ള നടപടിക്രമങ്ങൾ തുടരുന്നുണ്ട്. അതേസമയം ആളുകൾക്ക് ആവശ്യമായ സൗകര്യങ്ങൾ ഒരുക്കാനുള്ള നീക്കവും നടക്കുന്നു. ഇപ്പോഴും നമുക്ക് കാണാമല്ലോ, ഈ ദൃശ്യങ്ങളിൽ കാണാം, നിറഞ്ഞു തിങ്ങിയാണ് തീർത്ഥാടകർ ദർശനത്തിനായി എത്തുന്നത്. ശ്രീകോവിലിന് അടുത്തേക്ക് പോകുന്ന ആളുകളെ നമ്മൾക്കിപ്പോൾ കാണാം. ഇവരെല്ലാം തന്നെ ഇന്നലെ ഒക്കെ എത്തിയ ആളുകളാണ് ഇപ്പോഴും ഇവിടെ ദർശനത്തിന് എത്തുന്നത്. ഇന്നലെ പമ്പയിലെത്തിയ ആളുകൾക്ക് ഇന്ന് മാത്രമാണ് തൊഴാനായത്. രാത്രിയിൽ ഇവിടെ തങ്ങി അങ്ങനെ ഇന്ന് ഉച്ചയോടുകൂടി മലയിറങ്ങാൻ സാധിക്കുമെന്ന പ്രതീക്ഷയിലാണ് തീർത്ഥാടകർ ഉള്ളത്. ഈ സാഹചര്യത്തിൽ കൂടുതൽ ആളുകൾക്ക് പ്രത്യേകിച്ചും വെള്ളം, കുടിവെള്ളം, ഭക്ഷണം തുടങ്ങിയ കാര്യങ്ങൾ ബുദ്ധിമുട്ടുണ്ടാകും. അവർക്കുള്ള സൗകര്യങ്ങൾ ഒരുക്കുന്നതിനുള്ള സന്നദ്ധ സംഘടനകളുണ്ട്. ഇപ്പോൾ അഖില ഭാരതീയ അയ്യപ്പ സേവാ സംഘത്തിൻ്റെ ആളുകൾ ഉണ്ട്. അതിൽപ്പെട്ട ഒരാളാണ് എന്നോടൊപ്പം ഉള്ളത്. ಹನುಮಂತ್ ಕರ್ನಾಟಕ. ಹಿಂಗೆ ಅಯ್ಯಪ್ಪ ಸೇವಾ ಸಂಘ, ಅಖಿಲ ಭಾರತ ಅಯ್ಯಪ್ಪ ಸೇವಾ ಸಂಘ. ನಮಗೆ ಎಲ್ಲ ಇಲ್ಲಿ ತನ್ನಿ ಸ್ಟ್ರಕ್ಚರ್ ಅದೆಲ್ಲ ಸರ್ವಿಸ್ ಇರುತ್ತೆ ಅಯ್ಯಪ್ಪ. ಇದೆಲ್ಲ ಅಯ್ಯಪ್ಪ ಭಕ್ತಮಾರಗಳು ಎಲ್ಲ ಸ್ವಾಮಿಗಳಿಗೆ ಎಲ್ಲ ಅನುಕೂಲ ಕಾರ್ಯಗಳು ನಮ್ಮ ಅಖಿಲ ಭಾರತ ಅಯ್ಯಪ್ಪ ಸೇವಾ ಸಂಘ ಎಲ್ಲ ಒದಗಿಸಿ ಕೊಡುங்க ಅಯ್ಯಪ್ಪ. ಹಂಗೆ ಹಿಂಗೆ ಸರ್ವಿಸ್ தண்ணி இருக்கு ஐயப்பா, ஸ்ட்ரக்சர் இருக்கு, அந்த எல்லா பிஸ்கெட்டு எல்லா சேவைகளும் மாத்திரம் இருக்கு ஐயப்பா. எல்லா ಹೆಲ್ತ್ ಇಶ್ಯೂ ಹಿಂಗಿಲ್ಲ, ಅದೆಲ್ಲ ಗೌರ್ಮೆಂಟ್ ಹಾಸ್ಪಿಟಲ್ ಹಂಗೆ ಇருக்கு. ಹೆಲ್ತ್ ಇಶ್ಯೂ ಅಂತ ಇಲ್ಲ. ಎಲ್ಲ ಸ್ವಾಮಿಗಳಿಗೆ 4 ಅವರ್ಸ್ ಡ್ಯೂಟಿ இருக்கு. ಏನು ಸ್ವಾಮಿ? ಇಲ್ಲ ರಶ್ ಇருக்கு. ಈ ವರ್ಷನೂ ಜಾಸ್ತಿ ರಶ್ ಇருக்கு. ಎಲ್ಲ ಕಂಟ್ರೋಲ್ ಸ್ವಲ್ಪ ಜಾಸ್ತಿ ರಶ್ ತುಂಬ ಜಾಸ್ತಿ. ಕೊಂಚ ಮಣಿಗಂಡ ಸ್ವಾಮಿಗಳು ಇருக்கு. ಅದು ಎಲ್ಲ ಪೊಲೀಸ್ ಮಾಧ್ಯಮಗಳು, NDRF ಎಲ್ಲ ಸ್ವಾಮಿಗಳು ಈ ಸ್ವಾಮಿ ಪಾಕನ ಅದೊಂದು ಸಪ್ರೇಟಾಗಿ ಒಂದು ಸ್ಪೆಷಲ್ ಟ್ರೀಟ್ ಕೊಡಿಕೆ, ಅದೇನು ಪ್ರಾಬ್ಲಮ್ ಇಲ್ಲ. ಸರ್ സാംശം ഹനുമന്ത്. അനുമന്ത് പറഞ്ഞ പോലെ കൂടുതൽ ആളുകൾക്ക് സൗകര്യമൊരുക്കുക, മണികണ്ഠന്മാർക്ക് അതുപോലെ മാളികപ്പുറങ്ങൾക്ക് സൗകര്യമൊരുക്കുക തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളിലും ശ്രദ്ധയുണ്ട്. അവർക്ക് വേണ്ടി പ്രത്യേക ക്യൂ ഉണ്ട്. എന്നാൽ പോലും അതുപോലും സാധിക്കാതെ ലൈൻ വഴി വലിയ തോതിൽ ക്യൂ വഴി മാത്രം വരേണ്ടി വരുന്ന കുട്ടികളുമുണ്ട്. ഈ സാഹചര്യമെല്ലാം ഉണ്ട്. കാരണം നേരത്തെ ഉണ്ടായിരുന്ന മാളികപ്പുറങ്ങളുടെയും മണികണ്ഠന്മാരുടെയും എണ്ണത്തിൽ കൂടുതൽ ആളുകൾ എത്തുന്ന ഒരു സാഹചര്യമുണ്ട്. അതിനെല്ലാം മറികടക്കാനുള്ള ശ്രമങ്ങൾ സ്വാഭാവികമായിട്ടും ഇത്രയധികം ആളുകൾ വരുമ്പോൾ ഉണ്ടാകും. അതിനുള്ള മറികടക്കാനുള്ള ശ്രമങ്ങൾ കൂടിയാണ് നടക്കുന്നത്. മൂന്നാറിലെ ജനവാസ മേഖലയിൽ വീണ്ടും പടയപ്പ. കടിമല എസ്റ്റേറ്റ് ലോവർ ഡിവിഷനിലാണ് കാട്ടാന എത്തിയത്. അർദ്ധരാത്രി 12 മണിയോടെ എത്തിയ കാട്ടാന പ്രദേശത്ത് കൃഷിനാശം വരുത്തി. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി പടയപ്പ ഈ ഭാഗത്ത് ചുറ്റിത്തിരിയുകയാണെന്ന് പ്രദേശവാസികൾ പറയുന്നു. നേരെ ഈ പാൽരാജ് പ്രമുഖപരമായ ആംഗ്യം കാണിക്കുകയും തുടർന്ന് ഇത് ചോദ്യം ചെയ്യാനെത്തിയ ഇവർക്കുനേരോട് വാക്കുതർക്കത്തിൽ ഏർപ്പെടുകയും ഒപ്പം കയ്യിൽ കരുതിയിരുന്ന ആയുധം ഉപയോഗിച്ച് ഇവരെ ആക്രമിക്കുകയും ചെയ്തത്. കാര്യം ഇന്ന് ഇയാളെ സംഭവ സ്ഥലത്ത് എത്തിച്ച് തെളിവെടുക്കുകയും ഒപ്പം കൂടുതൽ നടപടികൾ സ്വീകരിക്കുകയും ചെയ്യുമെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. രഞ്ജിനി, ശരി, പ്രിൻസ് ആണ് വാർത്തയുടെ വിശദാംശങ്ങൾ പങ്കുവച്ചത്.
വണ്ടിപ്പെരിയാറിൽ പീഡനത്തിനിരയായി കൊല്ലപ്പെട്ട പെൺകുട്ടിയുടെ അച്ഛന് നേരെയുണ്ടായ ആക്രമണം കൊല്ലണമെന്ന ഉദ്ദേശത്തോടെയാണ് എന്ന് എഫ്ഐആർ. ആക്രമണം നടത്തിയ പാൽരാജ് മനഃപൂർവ്വം പ്രകോപനമുണ്ടാക്കുകയായിരുന്നുവെന്നും എഫ്ഐആറിൽ പറയുന്നു. പ്രിൻസ് ജെയിംസ് വാർത്തയുടെ വിശദാംശങ്ങൾ പങ്കുവയ്ക്കുന്നു. പ്രിൻസ്, ഇതിന്റെ ഒരു സാഹചര്യം എന്താണ്? മനഃപൂർവ്വമുള്ള ആക്രമണമാണെന്ന് പോലീസ് ഉറപ്പുവരുത്തുന്നു. എങ്ങനെയാണ് കൂടുതൽ വിശദാംശങ്ങൾ? പാൽരാജ് പിടിയിലായിട്ടുണ്ടോ? രഞ്ജിനി, പാൽരാജിന്റെ ആക്രമണം കരുതിക്കൂട്ടിയുള്ള ഒരു ആക്രമണം എന്നാണ് എഫ്ഐആർ വിലയിരുത്തുന്നത്. കുട്ടിയുടെ അച്ഛനും മുത്തശ്ശനും നേരെ പ്രകോപനം ഉണ്ടാക്കുകയും തുടർന്ന് കൈ കരുതിയിരുന്ന ആയുധം ഉപയോഗിച്ച് ഇവരെ ആക്രമിക്കുകയായിരുന്നു. ഏതായാലും നിലവിൽ ഇന്നലെ തന്നെ പ്രതിയെ പിടികൂടിയിരുന്നു. ഇന്ന് പ്രതിയെ സംബന്ധിച്ച് തെളിവെടുപ്പ് അടക്കമുള്ള നടപടികൾ സ്വീകരിക്കും. എന്തായാലും കുട്ടിയുടെ കുടുംബത്തിന് സുരക്ഷ ഉറപ്പുവരുത്താക്കണമെന്നുള്ള നടപടികളുമായി പോലീസ് മുൻപോട്ട് പോവുകയാണ്. കൂടുതൽ സുരക്ഷ ഇവിടെ ഒരുക്കും. കഴിഞ്ഞ ദിവസം ഇന്നലെ വൈകുന്നേരം തന്നെ ഇടുക്കി MP ഡീൻ കുര്യാക്കോസ് അടക്കമുള്ളവർ പീരുമേട് DYSP ഓഫീസിന് മുൻപിൽ സമരം നടത്തുകയും ഇത് തുടർന്നാണ് കൂടുതൽ സുരക്ഷ ഉറപ്പുവരുത്തുമെന്ന് പോലീസ് ഉറപ്പ് നൽകിയിരിക്കുന്നത്. ഇന്നു മുതൽ കൂടുതൽ സുരക്ഷ ഈ കുടുംബത്തിന് നൽകും. നിലവിൽ ഇവർ കുട്ടിയുടെ അച്ഛനും മുത്തച്ഛനും ആശുപത്രിയിൽ തുടരുകയാണ്. ഈ കുട്ടിയുടെ അച്ഛന്റെ ഇരു കാലുകളിലും ഒപ്പം വയറിലുമായിരുന്നു പരിക്കേറ്റുന്നത്. അപ്പം മുത്തച്ഛനും നേരിയ തോതിലുള്ള പരിക്കുകൾ പറ്റിയിരുന്നു. എന്തായാലും ഇവർ അടുത്ത ദിവസങ്ങളിൽ തന്നെ ആശുപത്രിയിൽ നിന്നും വീടുകളിലേക്ക് മാറുമെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. അതിന് ആനുപാതികമായി ഇവർക്ക് കൂടുതൽ സുരക്ഷ ഒരുക്കുക അടക്കമുള്ള നടപടികൾ പോലീസ് സ്വീകരിക്കും. ഈ ബാലരാജ് മാത്രമാണോ ഇതിനു പിന്നിൽ, അതോ മറ്റാരെങ്കിലും ഉണ്ടോ? അങ്ങനെ ആരുടെങ്കിലും സഹായം ലഭിച്ചിട്ടുണ്ട് എന്നൊരു സംശയമെങ്കിലും പോലീസിനുണ്ടോ? രഞ്ജിനി, അത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും പോലീസ് വ്യക്തത നൽകുന്നില്ല. എന്തായാലും ഇന്നലെ സംഭവം നടക്കുമ്പോൾ ബാലരാജ് മാത്രമായിരുന്നു അവിടെയുള്ളത്. ഇവർ ഒരു മരണാനന്തര ചടങ്ങുമായി ബന്ധപ്പെട്ട് യാത്രയിലായിരുന്നു. ആ സമയത്താണ് ബൈക്കിൽ യാത്ര ചെയ്യുകയായിരുന്നു. ഇവർക്ക് നേരെ ഈ ബാലരാജ് പ്രകോപനപരമായ ആംഗ്യം കാണിക്കുകയും തുടർന്ന് ഇത് ചോദ്യം ചെയ്യാനെത്തിയ ഇവർക്ക് നേരെയോട് വാക്കുതർക്കത്തിൽ ഏർപ്പെടുകയും ഒപ്പം കയ്യിൽ കരുതിയിരുന്ന ആയുധം ഉപയോഗിച്ച് ഇവരെ ആക്രമിക്കുകയും ചെയ്തത്. എന്തായാലും ഇന്ന് ഇയാളെ സംഭവ സ്ഥലത്ത് എത്തിച്ച് തെളിവെടുക്കുകയും ഒപ്പം കൂടുതൽ നടപടികൾ സ്വീകരിക്കുകയും ചെയ്യുമെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. രഞ്ജിനി, ശരി. പ്രിൻസ് ആണ് വാർത്തയുടെ വിശദാംശങ്ങൾ പങ്കുവച്ചത്. വണ്ടിപ്പെരിയാറിൽ പീഡനത്തിനിരയായി കൊല്ലപ്പെട്ട പെൺകുട്ടിയുടെ അച്ഛന് നേരെയുണ്ടായ ആക്രമണം കൊല്ലണമെന്ന ഉദ്ദേശത്തോടെയാണ് എന്ന് എഫ്ഐആർ. ആക്രമണം നടത്തിയ പാൽരാജ് മനഃപൂർവ്വം പ്രകോപനമുണ്ടാക്കുകയായിരുന്നുവെന്നും എഫ്ഐആറിൽ പറയുന്നു. പ്രിൻസ് ജെയിംസ് വാർത്തയുടെ വിശദാംശങ്ങൾ പങ്കുവയ്ക്കുന്നു. പ്രിൻസ്, ഇതിന്റെ ഒരു സാഹചര്യം എന്താണ്? മനഃപൂർവ്വമുള്ള ആക്രമണമാണെന്ന് പോലീസ് ഉറപ്പുവരുത്തുന്നു. എങ്ങനെയാണ് കൂടുതൽ വിശദാംശങ്ങൾ? പാൽരാജ് പിടിയിലായിട്ടുണ്ടോ? രഞ്ജിനി, പാൽരാജിന്റെ ആക്രമണം കരുതിക്കൂട്ടിയുള്ള ഒരു ആക്രമണം എന്നാണ് എഫ്ഐആർ വിലയിരുത്തുന്നത്. കുട്ടിയുടെ അച്ഛനും മുത്തച്ഛനും നേരെ പ്രകോപനം ഉണ്ടാക്കുകയും തുടർന്ന് കൈ കരുതിയിരുന്ന ആയുധം ഉപയോഗിച്ച് ഇവരെ ആക്രമിക്കുകയായിരുന്നു. ഏതായാലും നിലവിൽ ഇന്നലെ തന്നെ പ്രതിയെ പിടികൂടിയിരുന്നു. ഇന്ന് പ്രതിയെ സംബന്ധിച്ച് തെളിവെടുപ്പ് അടക്കമുള്ള നടപടികൾ സ്വീകരിക്കും. എന്തായാലും കുട്ടിയുടെ കുടുംബത്തിന് സുരക്ഷ ഉറപ്പുവരുത്താൻ